ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാറില്ല. നല്ല പനിയും ചുമയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ നമുക്കൊന്നൊരു അടിപൊളി ജ്യൂസുമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ശരീരത്തിൽ ഈ സമയത്ത് ഭയങ്കര ചൂടും നോമ്പൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് നല്ല ബ്ലഡ് കുറയാനും പ്രഷർ കുറയാനൊക്കെ നല്ല ചാൻസ് ഉള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് നല്ല ബ്ലഡ് ഉണ്ടാവാനും നമുക്ക് നല്ല ക്ഷീണം മാറാനും നല്ല ഉന്മേഷം ഉണ്ടാവാനൊക്കെ ഉള്ളൊരു ജ്യൂസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് 2 ക്യാരറ്റ്, 10 ഈത്തപ്പഴം, 1 കപ്പ് പാല്, ഇത്രയും നമുക്കിതിനായിട്ട് വേണ്ടുള്ളൂ. അപ്പം ക്യാരറ്റ് ഇവിടെ കഴുകി വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതാണ്. പിന്നെ പാല് തിളപ്പിച്ചറിയ പാല് ഫ്രിഡ്ജിൽ വെച്ച് അതും തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പൊതുവെ തിളപ്പിച്ചറിയ പാലാണ് ജ്യൂസ് അടിക്കുമ്പോൾ ഉപയോഗിക്കാറുള്ളത്. അല്ലാത്ത പച്ചപ്പാൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുമ്പോൾ നോക്കാം. അപ്പോൾ ആദ്യം നമുക്കതിനായിട്ട് ക്യാരറ്റ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റ് വേവിച്ചെടുക്കണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വേവിച്ചെടുത്തിട്ടില്ല. കാരണം നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ക്യാരറ്റിൻ്റെ കുറച്ച് സത്ത് പോവും. അത് മാത്രമല്ല അതിൻ്റെ മധുരം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നൊന്ന് വേവിച്ചെടുക്കാതെ നമുക്ക് ഇങ്ങനെ ജ്യൂസ് അടിച്ച് നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യാരറ്റ് ഇവിടെ ചെറിയ കഷ്ണമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ നമ്മളെ കുതിർത്ത് വെച്ച ഈത്തപ്പഴം ആ വെള്ളത്തോടൊക്കെ തന്നെ നമുക്കത് ഇടാം. കാരണം ആ വെള്ളത്തിൽ ഒരുപാട് സത്തുക്കളുണ്ട്. അവ നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഈത്തപ്പഴം വളരെ നല്ലതാണ് ബ്ലഡ് ഉണ്ടാവാനും നമുക്കതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം കൊളസ്ട്രോൾ കുറയാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനൊക്കെ ഈത്തപ്പഴം വളരെ നല്ലതാണ്. ഇനി ഈത്തപ്പഴം ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റും പാടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈത്തപ്പഴത്തിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൽ വീണ്ടും വേണമെങ്കിൽ ചേർക്കാം. മിക്സിയിൽ നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് പാൽ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചറിയ പാലായതുകൊണ്ട് നല്ല വലിയൊരു കട്ട തന്നെയുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പഴവും ക്യാരറ്റും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ കഴിക്കണത്, എല്ലാവർക്കും അറിയാം. നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അതിനിടയിൽ നമുക്ക് കുറച്ച് കസ്കസ് 2 ടീസ്പൂൺ കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഈ ചൂട് കാരണം നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരം ഒരുപാട് നിറം വയ്ക്കാനും അതുപോലെ നല്ല ഉന്മേഷവും ഉഷാറും ഒക്കെ ഉണ്ടാവാനൊക്കെ ഈ ജ്യൂസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ബാക്കിയുള്ള പാലും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നോമ്പ് തുറക്കണ സമയമാകുമ്പോൾ നമുക്കിത് അടിപൊളി നല്ല ഹെൽത്തി ജ്യൂസാണ്. നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ മുത്തൂസിന് ഇവിടെ റെഡി ആയിട്ടിരിക്കട്ടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, നമ്മൾ 2 ടീസ്പൂൺ കസ്കസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ ബദാമോ അല്ലെങ്കിൽ പിസ്ത എന്താ നിങ്ങൾക്ക് കയ്യിലുള്ളത്, കാഷ്നട്ടോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ശരീരത്തിന് ഒരുപാട് നിറം വയ്ക്കാനും അതുപോലെ ശരീരം മെലിഞ്ഞ ആളുകളാണെങ്കിൽ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് കുറച്ച് ശരീരം മെലിയാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ശരീരം മെലിഞ്ഞ ആളുകളാണെങ്കിൽ അവർക്ക് തടി വെക്കാനൊക്കെ ഈ ജ്യൂസ് വളരെ നല്ലതാണ്. അപ്പോൾ ശരീരം തടി വെക്കണം എന്ന ഇഷ്ടമുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ 10 ഈത്തപ്പഴവും ക്യാരറ്റും പാലും 1 കപ്പ് പാലും പാടെ ജ്യൂസ് അടിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് അത് മുഴുവൻ കുടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തടി വെക്കേണ്ട അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണ്ടി നമുക്ക് ജ്യൂസ് അടിച്ചാൽ മതി. അത് നമുക്ക് 10 ഈത്തപ്പഴമൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചിട്ട് 4 ആൾക്കാർക്ക് കുടിക്കാനുള്ള വിധത്തിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മതി. അതല്ല ഒരാൾക്ക് കുടിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരു 3-4 ഈത്തപ്പഴം എടുത്താൽ മതി കേട്ടോ. തടി കുറയണം എന്നുള്ള ആളുകൾക്ക്, കൂടണം എന്നുള്ള ആളുകൾക്ക് എന്തായാലും 10 ഈത്തപ്പഴം ചേർക്കണം. എന്നിട്ട് പാലും ക്യാരറ്റും പാടെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കണം. അത് മുഴുവൻ കുടിക്കും വേണം, അപ്പോഴാണ് തടി വയ്ക്കുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അതുവരെ ബൈ ബൈ.